ഇന്നൊരു സൺഡേ ഞങ്ങളിതാ പെട്ടിയും പൊക്കോണൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നല്ല, നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നീലാൻ്റെ ചെറിയച്ഛനും ഫാമിലിയും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പോകുന്ന വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. എങ്കിൽ മാത്രമാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും അവിടുത്തെ സ്പെഷ്യാലിറ്റിയും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. നമ്മളിന്ന് എങ്ങടാ പോണ്? അപ്പോൾ അവരാൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ സമയം എടുക്കുമല്ലോ റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോളാം. ബൈ ബൈ. അപ്പോൾ നമ്മളിതാ ഇറങ്ങാണ്. ഈ പോകുന്ന വഴിയുണ്ടോ, ശരിക്കും ഒരു പൊള്ളാച്ചി ഏരിയ പോലെയാണ് നമുക്ക് തോന്നുക. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു ചായയുണ്ട് ഈ ഒരു സ്ഥലത്തിന്. അപ്പോൾ നെന്മാറ കഴിഞ്ഞ് കൊല്ലംകോട് എത്താറാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റുക. സംഭവം നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. കൊല്ലംകോട് എന്ന് പറയണത് എപ്പോഴും നമുക്കറിയാലോ, ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കണ ഒരു ഏരിയ ആണ്. നെല്ലിയാമ്പതി മലനിരകളാണ് ആ കാണുന്നത് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ മലയാണ്. അപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ മേഘം മലയമ്മ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു കാഴ്ച നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മളിതാ പെരിങ്ങോട്ടാവ് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഈ അമ്പലമിനെ പറയണ്ടല്ലോ, നല്ലൊരു താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മലയുടെ അടിവാരത്ത് ചുറ്റുമലയാണ്. അപ്പോൾ ഒന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ 37ാമത് എന്തോ വലിയ ലക്ഷാർച്ചനയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കമ്മിറ്റി ഓഫീസൊക്കെ കെട്ടി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, ഓല കൊണ്ട് നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഓഫീസ്. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമാണ് അവരിങ്ങനെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഇത് പൊളിച്ചു കളയും. നമ്മൾ നേരെ മൂലസ്ഥാനത്തോട്ട് പോയിട്ടാണ് പോകുന്ന. ആ വഴിയിലാണ് നമ്മൾ പറഞ്ഞ ഈ സ്പെഷ്യലായിട്ടുള്ള സ്ഥലം. അവിടെ നമുക്ക് കോഴീനൊക്കെ അറുത്തിട്ട് നമുക്ക് അവിടെ തന്നെ പൂജ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മൾ അവിടെ പോയി പറയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനികിലാണ്ടും സുബുരൊക്കെ കൂടിയിട്ട് പോവാണ്. ആ കാണുന്ന പാറപ്പുറമുണ്ടല്ലോ, ആ പാറപ്പുറത്താണ് നമ്മൾ എല്ലാ സെറ്റപ്പും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ കണ്ടോ, അതിനുള്ളിൽ അടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് 4-5 അടുപ്പാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കവിടെ പോയി പറഞ്ഞു. അവർ വരുന്ന സമയമാകുമ്പോഴേക്കും അവർ പറഞ്ഞു 12:30-ക്കാണ് അവിടെ തുടങ്ങുള്ളൂ പൂജ. മെയിനായിട്ടുള്ള അമ്പലം അടച്ചതിന് ശേഷം മാത്രമാണ് അവിടെ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറിട്ടാ. അവിടുത്തെ നിന്ന് പ്രസാദം എന്ന് പറയണത് ശർക്കര പായസമായിരുന്നു കേട്ടോ. എന്തു ടേസ്റ്റായിരുന്നു അറിയാം പ്രസാദം. നമ്മൾ തൊഴുതു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഭൈരവന് മുട്ട ഇറക്കൂട്ടാം. നമ്മുടെ തൊഴിലും മുട്ടറക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളിത് അവർക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ അമ്പലത്തിൻ്റെ മുൻപിലാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ അവർ ചെറിയ അമ്പലത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്താ നിനക്കൊരു ആലസ്യം? ഇവനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ അവസാനം ഉണ്ടായിട്ടുള്ള ഉണ്ണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ മുത്തുമണിയാണ് കേട്ടോ ഇവനെ കാണാമെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇവനോട് ഭയങ്കര ക്രഷാണ്. ഹായ്, നീ എൻ്റെ സബ്സ്ക്രൈബർ അല്ലേ? അപ്പോൾ ഹായ് പറഞ്ഞു. ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു എന്ന് പറയാലോ. തൊഴിലും വഴിപാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ആ പാറപ്പുറത്തോട്ട് വന്നിട്ടാണ്. അപ്പോൾ അത് നമ്മൾ സാമഗ്രികളൊക്കെ കൊണ്ടെടുത്തിട്ട് വന്നിരിക്കുകയാണ്. എന്താണ്, വിറക്, പാത്രങ്ങൾ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുക. നമുക്കവിടെ വഴിപാട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്കവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ആ കാറിൽ എല്ലാ ഐറ്റംസും എടുത്ത് കൊണ്ടുവന്ന് അവിടെ വെക്കുകയാണ്. ചട്ടിയും കാലവും പാത്രവും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഉള്ളി ചതയ്ക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളും അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റപ്പായി. അപ്പോഴാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്, അവിടെ മോട്ടർ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് എന്തുണ്ട്, വെള്ളമില്ല.
അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ പോകണം. അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും അടുപ്പിനുള്ള സെറ്റപ്പൊക്കെ നോക്കി, ശ്രുതി അടുപ്പിനുള്ള സെറ്റപ്പൊക്കെ നോക്കി. അപ്പോഴേക്കും വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിതാ കിട്ടിയ പാത്രം കൊണ്ട് ഓടുകയാണ്. ആ ചേച്ചിയാണെങ്കിലോ എല്ലാവർക്കും വെള്ളം കൊടുത്ത് മതിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആ ചേച്ചിയുടെ മുഖം നോക്കാമെന്നില്ല, വേഗം വെള്ളം എടുത്തിട്ട് സ്ഥലം വിടെയുള്ള പരിപാടിയാണ്. ചെറുതായിട്ട് മഴക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു മലയുടെ ഒരു അടിവാരമായതുകൊണ്ട് തന്നെ ഏത് സമയം മഴ വരുന്നു പോകുന്നു ഈ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും അടുപ്പ് കൂട്ടാനുള്ള തിരക്കും ബഹളമാണ് കേട്ടോ അവിടെ. അപ്പോൾ നീലാണ്ടും ശ്രുതിയും കൂടി അടുപ്പിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുട്ടാ. ഒരാൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പ് അടക്കണം വന്നിരിക്കുന്നത്. ചെറിയ തുണി കഷ്ണങ്ങൾ, കർപ്പൂരം, അങ്ങനെ എല്ലാ സെറ്റപ്പും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിന് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവർ രണ്ടുപേരും. അങ്ങനെ അവസാനം തീ പിടിച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ ഇടയ്ക്ക് വരും, പിന്നെ പൂട്ട, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ വേഗം അവിടെ പൂജ കഴിക്കാനായിട്ട് നമ്മൾ കോഴീനെ ഇറക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിക്കാനുള്ള ചോറും അതുപോലെ അവിടെ നേദിക്കാനുള്ള നേദിച്ചോറും വേഗം വേവിച്ചെടുക്കാനുള്ള ഒരു വെപ്രാളത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനും അഞ്ചും ശ്രുതിയും കൂടി തകൃതിയായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കി കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ നേതിച്ചോറ് വേഗം വെക്കണമല്ലോ. സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ വേറെ ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കിയതാ. അത് അതിൻ്റെ പിന്നിലുള്ള പരിപാടിയാണ് കേട്ടോ, അവർ 3 പേരും കൂടി. അപ്പോൾ ആ അടുപ്പ് നല്ല രീതിയിൽ പുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തീ പിടിപ്പിക്കാനുള്ള ബഹളമാണ്. അപ്പോഴേക്കും പിന്നെ അതിലേക്കും അരി ഇട്ടു. അപ്പോഴേക്കും എന്താ പിള്ളേർക്കൊക്കെ നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ കണ്ട അവർക്ക് കോഴീനറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പപ്പും തോലും പറിക്കലും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങി. അപ്പോൾ ഇതാ ഇരുന്ന് അടുപ്പ് കത്തിക്കലും ഓരോരുത്തർ ഇതാ ചോറ് വെന്തോന്ന് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. അപ്പോൾ നെയ്തിച്ചോറ് വെന്തത് അവർ മാറ്റിയെടുക്കുകയാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നെയ്തിച്ചോറിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇതാ ചൂടുള്ള കാരണം നീലാണ്ടാണ് എല്ലാ പാകത്തിലുള്ള കാര്യങ്ങളും. അപ്പോൾ ഇതാ ടെസ്റ്റർ 5 വന്നു ചോറ് വെന്തോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു വെന്തോന്ന്. അപ്പോൾ നമ്മളതിൻ്റെ തീ കുറച്ചു. പിന്നെ നമുക്ക് കോഴീനെ ഇറക്കാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോഴീനെ പപ്പും തോലും പറിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും എന്താ കോഴീനെ വന്ന് നീലേട്ടൻ കൊണ്ടുപോവാണ്. ഒരു സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇതാ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അറക്കുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ചോറ് വറക്കണ തിരക്കിലാണ് കേട്ടോ ശ്രുതി. ഞാൻ അപ്പോഴേക്കും ചിക്കൻ വെക്കാനുള്ള സബോളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യാണ്. അവരവിടെ പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോഴിനെ അറുത്ത് കൊണ്ടുവന്ന് ഇത് പപ്പും പോലും പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴക്കാർ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എപ്പോൾ പെയ്യുന്നു. നമ്മളിതാ ഉരുളി വെച്ചിട്ട് നല്ല ചൂടായി അതിലേക്ക് കടുകിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല കാറ്റും മഴയും. ചെറുതായിട്ട് സബോള ഇട്ട് സെറ്റാകുമ്പോഴേക്കും മഴ കൂടിയിട്ടാണ്. നമ്മളൊന്നും നോക്കിയില്ല, ഉള്ളിലത്തെ അടുപ്പിലേക്ക് മാറ്റി. ഉള്ളിലത്തെ അടുപ്പിൽ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് തീ പിടിപ്പിക്കേണ്ട പാടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചൂടായി കിടക്കുന്ന അടുപ്പുകളായിരുന്നു. അപ്പോൾ നമ്മളൊരു അടുപ്പിൽ സെറ്റാക്കി. പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുറത്തെ പോലെയല്ല, ഉള്ളിൽ നല്ല ചൂടും പുകയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് നമ്മളെ പുകച്ച് പുറച്ച് ചാടിക്കായിരുന്നു. അപ്പോഴേക്കും ശ്രുതി പ്രസാദത്തിൻ്റെ പഴമൊക്കെ കൊണ്ടുവന്ന് തന്നു എനിക്ക്. അപ്പോൾ പുറത്ത് നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് പാചകം ചെയ്തിരുന്നായിരുന്നു. പക്ഷേ മഴ നമ്മളെ സമ്മതിച്ചില്ല. പിന്നെ മഴ മാറിയപ്പോൾ പിന്നെ നമ്മൾ പുറത്തോട്ട് വരാൻ നിന്നില്ല കേട്ടോ. അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ചോറും നിവേദ്യത്തിൻ്റെ ഉള്ള ചോറും അവിടെയാണ്, പുറത്താണ് ശരിയാക്കിയത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡിയായി, ചിക്കൻ വെന്തു. എല്ലാവരും ഇതാ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞങ്ങൾ പിന്നെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ നിന്നില്ല കേട്ടോ. ആ ഉണ്ടാക്കിയ ഉരുളിയിൽ തന്നെ ഞാനും ശ്രുതിയും 5 കൂടി ഒരു പിടുത്തം പിടിച്ചു. അപ്പോഴേക്കും കുഞ്ഞു പാപ്പ എണീറ്റു കേട്ടാ. ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് വന്നതാണ്. തിരിച്ചു പോണ സമയം എന്ന് പറഞ്ഞാൽ 5:45 കേട്ടാ, 5:45. അപ്പോൾ എല്ലാം ഭംഗിയായി. മഴ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ.